ഒരു നിമിഷം കണ്ണടച്ച് ചിന്തിക്കൂ. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് തീ എന്നൊരു വസ്തു ഇല്ലായിരുന്നെങ്കിൽ, അടുപ്പില്ല, മെഴുകുതിരിയില്ല, കറണ്ടില്ല, ഇന്നത്തെ ഈ മൊബൈൽ ഫോണും പോലും ഉണ്ടാകില്ല. അപ്പോൾ മനുഷ്യൻ എങ്ങനെയായിരിക്കും ജീവിച്ചിരിക്കുക? ആദ്യം നമ്മുടെ ഭക്ഷണം. ഇന്ന് നമ്മൾ ചോറ് വേവിക്കുന്നു, കറി പാകം ചെയ്യുന്നു, വറുത്തും പൊരിച്ചും കഴിക്കുന്നു. പക്ഷെ തീയില്ലെങ്കിൽ എല്ലാം പച്ചമാംസം, പച്ചക്കറികൾ, കിഴങ്ങുകളെല്ലാം പച്ചയ്ക്ക് നമ്മൾ കഴിക്കേണ്ടി വന്നേനെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം ഇത്ര വളരില്ലായിരുന്നു, മസ്തിഷ്കം ഇത്ര വികസിക്കില്ലായിരുന്നു. ശാസ്ത്രം പറയുന്നു, വേവിച്ച ഭക്ഷണമാണ് മനുഷ്യന് ബ്രെയിൻ ഗ്രോത്തിന് വലിയ കാരണമെന്ന്. അപ്പോൾ തീയില്ലെങ്കിൽ ഇന്നത്തെ നമ്മളായ മനുഷ്യൻ തന്നെ ഉണ്ടാകില്ലായിരുന്നു. ഇന്ന് രാത്രി വന്നാൽ ഒരു സ്വിച്ച് ഓണാക്കിയാൽ വെളിച്ചം. പക്ഷെ തീയില്ലെങ്കിൽ, സൂര്യൻ അസ്തമിച്ചാൽ ലോകം മുഴുവൻ ഇരുട്ട് മാത്രം, നിശബ്ദത മാത്രം, പേടി മാത്രം. കാട്ടുമൃഗങ്ങൾ, ശബ്ദങ്ങൾ, നമ്മൾ കാണാത്ത ഭീഷണികൾ. തീയാണ് മനുഷ്യനെ രാത്രിയിൽ നിന്നും രക്ഷിച്ചത്. തീയാണ് മനുഷ്യന് ധൈര്യം നൽകിയത്. തീയില്ലെങ്കിൽ മനുഷ്യൻ രാത്രി ഉറങ്ങുമോ, അല്ലെങ്കിൽ ഒളിച്ചിരിക്കുമോ? ഇനി തണുപ്പ്, മഞ്ഞു വീഴുന്ന പ്രദേശങ്ങൾ, കഠിനമായ ശീതകാലം. തീയില്ലെങ്കിൽ മനുഷ്യൻ വലിയൊരു വിഭാഗം ഈ ഭൂമിയിൽ തന്നെ നിലനിന്നിരുന്നതേയില്ല. തീയാണ് മനുഷ്യനെ ലോകമൊട്ടാകെ വാസം ചെയ്യാൻ സഹായിച്ചത്, അല്ലേ? ഇനി സമൂഹം. ഒരു തീക്കൊമ്പിന് ചുറ്റും കൂടിയിരുന്നാണ് മനുഷ്യൻ സംസാരിക്കാൻ തുടങ്ങിയത്, കഥകൾ പറയാൻ തുടങ്ങിയത്, ചിരിക്കാൻ തുടങ്ങി, ആശയങ്ങൾ പങ്കുവെക്കാൻ തുടങ്ങി. അവിടെയാണ് കുടുംബം, ഗ്രൂപ്പ്, സമൂഹം എല്ലാം ഉണ്ടായത്. തീയില്ലെങ്കിൽ മനുഷ്യൻ ഒരുമിച്ച് ജീവിക്കുമായിരുന്നോ? അല്ലെങ്കിൽ ഓരോരുത്തരും തനിയെ, ഭയത്തിൽ? ഇനി ടെക്നോളജിയോ? ഇന്ന് നമ്മൾ പറയുന്ന ഇരുമ്പ്, സ്റ്റീല്, ഗ്ലാസ്, സിമൻറ്റ്, മെഷീൻ, ഇതെല്ലാം തീയില്ലാതെ ഒന്നും സാധ്യമല്ല. തീയില്ലെങ്കിൽ വീടുകളില്ല, വാഹനങ്ങളില്ല, ഫാക്ടറികളില്ല, നഗരങ്ങളില്ല. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ മോഡേൺ ലോകം ഒന്നും ഉണ്ടാകില്ലായിരുന്നു. പക്ഷേ ഇവിടെയാണ് ഒരു ചിന്ത: തീയില്ലായിരുന്നെങ്കിൽ യുദ്ധം ഇത്തരം ഉണ്ടാകുമോ? ബോംബുകൾ, തോക്കുകൾ, ആണവായുധങ്ങൾ, അവയൊന്നും തീയില്ലാതെ സാധ്യവുമല്ല. അപ്പോൾ ലോകം കൂടുതൽ ശാന്തമായിരിക്കും, അല്ലേ? അല്ലെങ്കിൽ മനുഷ്യൻ മറ്റെന്തെങ്കിലും വഴി ലോകത്തെ നശിപ്പിച്ചേനുവോ? അങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചെടുത്തേനുവോ? അപ്പോൾ ചോദ്യം ഇതാണ്: തീയാണോ മനുഷ്യനെ വലിയവനാക്കിയത്, അല്ലെങ്കിൽ മനുഷ്യനാണോ തീയെ നല്ലതും ചീത്തയുമായി ഉപയോഗിക്കാൻ പഠിച്ചത്? തീ ഒരു ആയുധമാണ്, ഒരു അനുഗ്രഹമാണ്, ഒരു ശാപവുമാണ്. തീയില്ലെങ്കിൽ മനുഷ്യനായിരിക്കില്ലായിരിക്കും. പക്ഷേ തീ ഉണ്ടെന്നത് കൊണ്ട് മാത്രം മനുഷ്യൻ നല്ലവനാകുന്നതുമില്ല. അവസാനം എല്ലാം എത്തുന്നത് ഒരു ചോദ്യത്തിലേക്കാണ്: നമ്മൾ തീയെ നിയന്ത്രിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ തീയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്?